കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നേരത്തെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്താണ് ഒരുപാട് മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത്. റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വീതി കൂട്ടിയപ്പോൾ പാതയോരത്തേക്ക് എത്തപ്പെട്ട മരങ്ങളാണ്. അതിന്റെ ചോട്ടിൽ നിന്ന് മണ്ണും അതോടൊപ്പം തന്നെ വേരുകളുമൊക്കെ നീക്കം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരം മരങ്ങൾ അപകടാവസ്ഥയിലായത്. ഏതാണ്ട് 100ഓളം മരങ്ങൾ ഇത്തരത്തിൽ ഈ പാതയോരത്ത് നിൽക്കുന്നുണ്ട്. ഈ മരങ്ങൾ വെട്ടി മാറ്റുന്നതിനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും കൂടുതൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളാണ് മുറിച്ചു നിൽക്കുന്നത്. അതിന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകം ഏതാണ്ട് 5-6 മരങ്ങൾ ഇപ്പോൾ തന്നെ മുറിച്ച് നീക്കിയിട്ടുണ്ട്. മറ്റ് മരങ്ങൾ കൂടുതൽ അപകടാവസ്ഥയിലുള്ളത് മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ ഇന്ന് തന്നെ മുറിച്ചു നീക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വലിയ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വലിയ ഭീഷണിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം തന്നെ രാത്രി 2 മരങ്ങൾ ഇവിടെ ഒടിഞ്ഞു വീണിരുന്നു. രാത്രി ആയതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. പകൽ സമയത്താണെങ്കിൽ നമുക്കറിയാം വിനോദസഞ്ചാരികളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഓരോ സമയത്തും കടന്നു പോകുന്നതാണ്. ആ വാഹനങ്ങൾക്ക് മുകളിൽ ഇത്തരം മരങ്ങൾ പതിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വലിയ ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം വകുപ്പും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നതും വലിയ ആശ്വാസമാണ് ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർക്കുള്ളത്. വാളറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.